നമസ്കാരം. ഇറാനിലെ സായുധ സേനാ വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ ഭീകര സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുവാൻ യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഐസിസ്, അൽ ഖ്വയ്ദ തുടങ്ങിയ സംഘടനകൾക്കൊപ്പം റവല്യൂഷണറി ഗാർഡിനെയും പ്രതിഷ്ഠിക്കുന്നതിലൂടെ ഇറാന്റെ ഭരണകൂട സംവിധാനത്തോടുള്ള യൂറോപ്പിന്റെ സമീപനത്തിൽ കാതലായ മാറ്റം വന്നതായി വ്യക്തമാകുന്നു. സ്വന്തം ജനതയ്ക്ക് നേരെ ഇറാൻ ഭരണകൂടം നടത്തുന്ന ക്രൂരമായ അടിച്ചമർത്തലുകൾക്ക് മറുപടി നൽകാതിരിക്കുവാൻ കഴിയില്ലെന്ന യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മേധാവി കാജ കല്ലാസിന്റെ പ്രസ്താവന ഈ തീരുമാനത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയുള്ള യൂറോപ്പിന്റെ ശക്തമായ താക്കീതായാണ് ഈ നടപടി വിലയിരുത്തപ്പെടുന്നത്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാന്റെ പുരോഹിത ഭരണകൂടത്തെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് റവല്യൂഷണറി ഗാർഡ്. ഇറാനിലെ സാമ്പത്തിക രംഗത്തും സായുധ സേനയിലും വലിയ സ്വാധീനമുള്ള ഈ വിഭാഗമാണ് രാജ്യത്തിന്റെ ബാലിസ്റ്റിക് മിസൈൽ, ആണവ പദ്ധതികൾ എന്നിവയ്ക്ക് നേതൃത്വം നൽകുന്നത്. റവല്യൂഷണറി ഗാർഡിനെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് ഇറാനുമായുള്ള നയതന്ത്ര ബന്ധങ്ങളെ ബാധിക്കുമെന്ന് ചില യൂറോപ്യൻ രാജ്യങ്ങൾ നേരത്തെ ഭയപ്പെട്ടിരുന്നു. എന്നാൽ ഈ മാസം ആദ്യം ഇറാനിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങളെ ഭരണകൂടം ചോരയിൽ മുക്കിക്കൊന്നത് യൂറോപ്പിന്റെ നിലപാട് മാറ്റത്തിന് കാരണമായി. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട ആ അടിച്ചമർത്തൽ അന്താരാഷ്ട്ര സമൂഹത്തെ ഞെട്ടിക്കുകയും റവല്യൂഷണറി ഗാർഡിനെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യം ശക്തമാക്കുകയും ചെയ്തു. ഫ്രാൻസ്, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ തുടക്കത്തിൽ ഈ നീക്കത്തിന് വിമുഖത കാണിച്ചിരുന്നുവെങ്കിലും പ്രതിഷേധക്കാർക്ക് നേരെയുണ്ടായ അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ അവരും ഈ തീരുമാനത്തെ പിന്തുണയ്ക്കുവാൻ തയ്യാറായി. നയതന്ത്ര ബന്ധങ്ങൾ പൂർണ്ണമായും വിച്ഛേദിക്കപ്പെടാതെ തന്നെ ഇറാന് കൃത്യമായ മുന്നറിയിപ്പ് നൽകുക എന്നതാണ് യൂറോപ്യൻ യൂണിയന്റെ ലക്ഷ്യം. ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചുവെങ്കിലും ചർച്ചകൾക്കുള്ള വാതിലുകൾ അടക്കില്ലെന്ന് ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി അന്റോണിയോ തജാനി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം യൂറോപ്പിന്റെ ഈ നീക്കം വലിയ തന്ത്രപരമായ പിഴവാണെന്നും ഇത് യൂറോപ്പിന്റെ തന്നെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നുമാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പ്രതികരിച്ചത്. ഈ പ്രഖ്യാപനത്തോടൊപ്പം തന്നെ ഇറാനിലെ 15 വ്യക്തികൾക്കും 6 സ്ഥാപനങ്ങൾക്കുമെതിരെ യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇറാന്റെ ആഭ്യന്തരമന്ത്രി, പ്രോസിക്യൂട്ടർ ജനറൽ, റവല്യൂഷണറി ഗാർഡ് കമാൻഡർമാർ തുടങ്ങിയവർ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു. ഇന്റർനെറ്റ് സെൻസർഷിപ്പിനും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനും ഭരണകൂടത്തെ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ കമ്പനികൾക്കെതിരെയും നടപടിയുണ്ട്. കൂടാതെ ഇറാന്റെ മിസൈൽ, ഡ്രോൺ നിർമ്മാണ മേഖലകളെ തളർത്തുക എന്ന ലക്ഷ്യത്തോടെ അനുബന്ധ സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റത്തിനും യൂറോപ്പ് നിരോധനം ഏർപ്പെടുത്തി. ഇറാന്റെ സൈനിക ശേഷിക്കും ഭരണകൂടത്തിന്റെ അതിക്രമങ്ങൾക്കും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്ന വ്യക്തമായ രാഷ്ട്രീയ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ TV.